നമസ്കാരം. പ്രപഞ്ചം എങ്ങനെ ആരംഭിച്ചു എന്നതിനെക്കുറിച്ച് പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകത്തിന് വ്യക്തമായ ധാരണകളുണ്ട്. എന്നാൽ പ്രപഞ്ചം എങ്ങനെ അവസാനിക്കുമെന്നത് ഇന്നും ഒരു തർക്ക വിഷയമായി തുടരുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ആയുസ് പകുതി പിന്നിട്ടു എന്നും ഇനി ഏകദേശം 20 ബില്യൺ വർഷങ്ങൾ കൂടി മാത്രമേ ലോകം നിലനിൽക്കുകയുള്ളൂ എന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോർണൽ സർവകലാശാലയിലെ ഭൗതിക ശാസ്ത്രജ്ഞനായ ഹെൻറി ടൈ ആധുനിക ഡാർക്ക് എനർജി ഒബ്സർവേറ്ററികളിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് പ്രപഞ്ചം അനന്തമായി വികസിക്കില്ല എന്നും മറിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് സങ്കോചിച്ച് ഇല്ലാതാകുമെന്നുമാണ് സ്ഥാപിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആകെ ആയുസ് 33 ബില്യൺ വർഷമാണെന്ന് കണക്കാക്കുന്ന ഈ പഠനം വിഖ്യാതമായ കോസ്മോളജി ആൻഡ് ആസ്ട്രോപാർട്ടിക്കിൾ ഫിസിക്സ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നറിയപ്പെടുന്ന ഒരു ഘടകമാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് ആൽബർട്ട് ഐൻസ്റ്റീൻ അവതരിപ്പിച്ച ഈ ആശയം പ്രപഞ്ചത്തിൻ്റെ വികാസ വേഗതയെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ഈ കോൺസ്റ്റന്റ് പോസിറ്റീവാണെന്നും അതിനാൽ പ്രപഞ്ചം എന്നേക്കുമായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്നാൽ ചിലിയിലെയും അരിസോണയിലെയും ഒബ്സർവേറ്ററിൽ നിന്ന് ലഭിച്ച പുതിയ കണക്കുകൾ ഈ ധാരണയെ തിരുത്തുന്നു. കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് നെഗറ്റീവാണെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത്തരത്തിൽ നെഗറ്റീവ് മൂല്യം വരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വികാസം ഒരു നിശ്ചിത സമയത്ത് നിൽക്കുകയും പിന്നീട് ഒരു റബ്ബർ ബാൻഡ് വലിയുന്നത് പോലെ തിരികെ ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യും. ഈ പ്രതിഭാസത്തെയാണ് ശാസ്ത്രലോകം ബിഗ് ക്രഞ്ച് എന്ന് വിളിക്കുന്നത്. നിലവിൽ 13.8 ബില്യൺ വർഷമാണ് പ്രപഞ്ചത്തിൻ്റെ പ്രായം. ഹെൻറി ടൈയുടെ കണക്കുകൾ പ്രകാരം പ്രപഞ്ചം ഇനിയും 11 ബില്യൺ വർഷങ്ങൾ കൂടി വികസിക്കും. അതിനുശേഷം അത് അതിൻ്റെ പരമാവധി വലിപ്പത്തിൽ എത്തുകയും തുടർന്ന് ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യും. പ്രപഞ്ചത്തിൻ്റെ ഭൂരിഭാഗവും അതായത് 68% നിറഞ്ഞിരിക്കുന്നതും നിഗൂഢമായ ഡാർക്ക് എനർജി കൊണ്ടാണ്. ഈ ഊർജ്ജത്തിൻ്റെ സ്വഭാവം കാലത്തിനനുസരിച്ച് മാറുന്നുണ്ടെന്നാണ് പുതിയ നിരീക്ഷണങ്ങൾ പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വികാസത്തിന് സഹായിച്ച ഘടകങ്ങൾ ഇപ്പോൾ സങ്കോചത്തിന് കാരണമാകുന്ന തരത്തിലേക്ക് മാറുന്നു എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതിസൂക്ഷ്മമായ പിണ്ഡമുള്ള ചില കണികകളുടെ സാന്നിധ്യമാണ് ഡാർക്ക് എനർജിയുടെ ഈ സ്വഭാവ മാറ്റത്തിന് കാരണമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം. പ്രപഞ്ചത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് പഠിക്കുവാൻ ഡാർക്ക് എനർജി സർവേ, ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ് എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചത്. ദശലക്ഷക്കണക്കിന് ഗാലക്സികളെ നിരീക്ഷിച്ചും അവ തമ്മിലുള്ള ദൂരം അളന്നുമാണ് ഈ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നത്. യൂറോപ്യൻ യൂക്ലിഡ് സ്പേസ് ടെലസ്കോപ്പ്, നാസയുടെ സ്പിറിയക്സ് മിഷൻ തുടങ്ങിയവയിൽ നിന്നുള്ള വരാനിരിക്കുന്ന വിവരങ്ങൾ ഈ കണ്ടെത്തലിനെ കൂടുതൽ ഉറപ്പിക്കുവാൻ സഹായിക്കും. പ്രപഞ്ചത്തിന് ഒരു തുടക്കമുള്ളത് പോലെ ഒരു അന്ത്യമുണ്ടെന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ ചരിത്രം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു. വികസനം എന്നേക്കുമായി തുടരുമെന്ന പ്രത്യാശയ്ക്ക് പകരം ജന്മം കൊണ്ട് തന്നെ പ്രപഞ്ചം ഒരു ബിന്ദുവിലേക്ക് മടങ്ങുമെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് പുതിയ പഠനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.